ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ എൻ്റെ എക്സാമും കഴിഞ്ഞ് നേരെ ട്രെയിൻ കയറിയിരിക്കുകയാണ് മുംബൈയിലേക്ക്. അപ്പോൾ ഇനി മുംബൈയിലാണ് കുറച്ച് കാലം ഒരു ഇൻറ്റേൺഷിപ്പിന് വേണ്ടി മുംബൈയിലേക്ക് പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, അച്ഛനുമുണ്ട്. അച്ഛൻ കോഴിക്കോട് നിന്നാണ് കയറുന്നത്, ഞാൻ എറണാകുളത്ത് നിന്ന് കയറി. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്കൊന്നും ഞാൻ കഴിക്കാതെ ഇരുന്ന് കയറി. ഞാൻ കുറേ നേരം നിന്നു, കാരണം എൻ്റെ സീറ്റിലൊരു ചേച്ചി ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ മടിയായിരുന്നു. പിന്നെ ഈ പൈപ്പ് ഇത് എന്തുവാ, സെൻസറാണെന്ന് വിചാരിച്ച് കുറേ നേരം ഞാൻ നോക്കി. എവിടെയും ഒരു സുനാപ്ലിക്കേഷൻ കാണാത്തതുകൊണ്ട് നിർത്തി. പിന്നെ അച്ഛനെ കിട്ടി. അച്ഛൻ കോഴിക്കോട് നിന്ന് കയറി. അപ്പം തന്നെ അച്ഛൻ എനിക്കൊരു ചായ വാങ്ങി തന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മുംബൈക്കുള്ള ഞങ്ങളുടെ ജേണി തുടർന്നുകൊണ്ടേയിരുന്നു. ഞാൻ ഹെഡ്സെറ്റ് എടുക്കാൻ മറന്നുപോയത് കൊണ്ട് പുതിയൊരു ഹെഡ്സെറ്റ് വാങ്ങി 100 രൂപയ്ക്ക് അവിടെ നിർത്തി. പിന്നെ ഡ്രസ്സ് മാറി. അച്ഛനും ഞാനും എന്തെന്നാ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് കിടന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മിഡിൽ ബർത്തായിരുന്നു. അത് ഇച്ചിരി ചൊറയുള്ള പരിപാടിയായിരുന്നു. പിന്നെ രാവിലെയായി കുറേ ലാഗായിരുന്നു. ട്രെയിൻ ഓൾറെഡി ഡിലേ ആയിരുന്നു. അതും പോരാഞ്ഞിട്ട് ട്രെയിൻ 1 മണിക്കൂർ നിർത്തി വിട്ടു. അങ്ങനെ ഞങ്ങളെ ഷോക്ക് അടിപ്പിച്ച് കൊന്ന്. ഈ പൈപ്പിൽ എങ്ങനെയാണ് വെള്ളം വരുത്തുന്നത് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഈ താഴെ ചവിട്ടാനൊരു സാധനം ഉണ്ടായിരുന്നു. നമ്മൾ സാനിറ്റൈസറൊക്കെ എടുക്കുന്ന പോലെയായിരുന്നു. പിന്നെ ട്രെയിൻ നിർത്തി സമയത്ത് അച്ഛൻ കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. ഞാനും അവിടെ കുറേ നേരം നിന്നു. AC-ൻ്റെ പുറത്തിറങ്ങുമ്പോഴാണ് അവിടുത്തെ ചൂട് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ കുറേ കാടും മലയൊക്കെ തന്നെയായിരുന്നു മുംബൈക്ക് പോകുന്ന വഴി ഫുള്ള്. അങ്ങനെ അച്ഛനൊരു വടാപ്പാവ് വാങ്ങി തന്നു. അച്ഛനും താഴെ ഇരുന്ന് വെച്ചു. അപ്പോൾ മേലെ ബർത്തിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനവിടെ ഇരുന്നു. അങ്ങനെ അച്ഛൻ എനിക്കൊരു ഞാവൽപ്പഴം വാങ്ങി തന്നു. അച്ഛനത് ആകെ ഒരെണ്ണത്ത് തിന്നിട്ട് പിന്നെ എനിക്ക് തന്നെ ഫുള്ള് തന്നു. അങ്ങനെ തിന്നതിൻ്റെ നാക്കൊക്കെ നീലയാക്കി നടന്നു ഞാൻ. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് നേരം നിർത്തി താളം തുള്ളിയാണ് ട്രെയിൻ പോയത്. അങ്ങനെ പോയി ബോറടിച്ച് പിന്നെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നൊരു ചേച്ചിയും ഒരു മോനുമായിരുന്നു. അവരോടും കമ്പനി അടിച്ച് അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഇത് രാത്രി ആയതല്ലേ, ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഒരു രസത്തിന് വേണ്ടി ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ്. ഞാനൊരു ചേച്ചിയും മോനോടും കമ്പനി ആയെന്ന് പറഞ്ഞില്ല. മോൻ എനിക്ക് എടുത്തു തന്ന വീഡിയോ ആണ്. മോനിന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ സെയിം ഏജുള്ള ഒരു കുട്ടി. പിന്നെ ഞങ്ങൾ ഉച്ചയായപ്പോൾ ബിരിയാണി കഴിച്ചു. ട്രെയിനിൽ ബിരിയാണി കഴിക്കാൻ എനിക്കൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിശപ്പിന് കണ്ടില്ല മുക്കിലെന്നാക്കില്ല, അങ്ങനെയാണല്ലോ, അങ്ങനെ ആയിരിക്കും. പിന്നെയും രാത്രി ആവാനായി, നേരമായി. പേന പെൻസിൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ എത്തി. അങ്ങനെ ഞങ്ങൾ താനയിൽ ലാൻഡ് ചെയ്തു. മുടിഞ്ഞ തിരക്ക് എന്ന് പറഞ്ഞത് പോലൊരു തിരക്കില്ല. പക്ഷെ തിരക്കിനിടയിൽപ്പെട്ടത് ഞങ്ങൾ എവിടേക്ക് പോകണം, എവിടെ റൂം എടുക്കണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലായിരുന്നു. അച്ഛൻ ആരെയൊക്കെയോ വിളിക്കുന്നു, ഞാൻ ആരെയൊക്കെയോ വിളിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വിശന്നിട്ട് കടയിൽ കയറിയൊരു ജ്യൂസ് വെച്ച് അങ്ങനെ രണ്ടുപേരും തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ച് പിന്നെ ഒരു ഓട്ടോയിൽ കയറി ഞങ്ങൾ പവയിലേക്ക് വിട്ടു. പവയിൽ എൻ്റെ ഫ്രണ്ടുണ്ട്. അവളും ഇൻറ്റേൺഷിപ്പിന് വേണ്ടി തന്നെ മുംബൈയിൽ വന്നതാണ്. അവൾക്ക് പക്ഷേ അവിടെ നിന്ന് എനിക്ക് കുറേ ദൂരം ഉണ്ടായിരുന്നു എൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക്. അതുകൊണ്ടായിരുന്നു ആദ്യം അവിടെ നിൽക്കേണ്ടെന്ന് തീരുമാനിച്ച്. പിന്നെ അവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ച് അവളുടെ വല്യച്ഛൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ പോവുകയാണ്. ഇതാണ് വല്യച്ഛൻ. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീടെത്തി കുളിച്ച് എന്തോ ഒരു സമാധാനം. അവളൊരു ജ്യൂസും തന്ന് അങ്ങനെ അവിടെ തന്നെയായി.